മോൻപിള്ള, ഇവിടെ നമുക്ക് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളെ അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല. ഇറാന് മാത്രമല്ല, ലോകരാഷ്ട്രങ്ങൾക്കൊന്നും തന്നെ. കാരണം അദ്ദേഹം പല പല സന്ദർഭങ്ങളിൽ പല തരത്തിലാണ് ഓരോരോ പ്രതികരണങ്ങൾ നടത്തുന്നത്. അപ്പോൾ അതിൽ ഏതാണ് ശരി, ഏതാണ് ശരിക്കും സംഭവിക്കാൻ പോകുന്നത്, എന്താണ് കാര്യമായിട്ട് പറയുന്നത് ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിൽ ഒരു ഡിപ്പെൻഡബിൾ അല്ലാത്ത തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള പ്രസ്താവനകൾ. പക്ഷേ ഇവിടെ ഡൊണാൾഡ് ട്രംപ് ഒരു കാര്യം പറയുന്നു: ഈ യുദ്ധം അത് അവസാനിപ്പിക്കണമെന്ന് അവർ കരുതിയ സമയം കഴിഞ്ഞിട്ടും തുടർന്നു കൊണ്ടുപോവുകയും തോറ്റു പിന്മാറുമെന്നും പുതിയൊരു ഭരണത്തെ വെച്ച് ഇറാൻ ഭരിക്കാമെന്നുമൊക്കെയുള്ള അവരുടെ വ്യാമോഹങ്ങൾ തട്ടിത്തകർന്ന് പൊടിയായി പോയ ശേഷം വീണ്ടും ഇതിനെ എസ്കലേറ്റ് ചെയ്യുന്ന തരത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പാക്കുകയും ചെയ്യുമ്പോൾ ആദ്യം സമാധാനത്തിൻ്റെ ഭാഷയിലും പിന്നീട് ശക്തമായ ഭാഷയിലും അതിനുശേഷം ഇപ്പോൾ ഇനിയൊരു പ്രത്യാക്രമണം ഉണ്ടാകരുത് എന്ന് നിർദ്ദേശം നൽകിയും ഒക്കെ ഡൊണാൾഡ് ട്രംപ് പലതരത്തിൽ ഇസ്രായേലിനെ പിന്നാക്കം വലിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കേട്ട മട്ടോ അല്ലെങ്കിൽ കേൾക്കാമെന്ന ഉറപ്പോ ഒന്നും നെതന്യാഹുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. ഇത് ഈ യുദ്ധം തുടങ്ങാൻ വേണ്ടി നടത്തിയിരുന്ന ആദ്യ സമയത്തെ നാടകം പോലെ തന്നെ മറ്റൊരു നാടകമാണോ? അതല്ല, അമേരിക്കൻ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് ഇതിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം നഷ്ടപ്പെട്ടു കഴിഞ്ഞു, ഇപ്പോൾ ഇസ്രായേൽ നയിക്കുന്ന, ഇസ്രായേൽ തീരുമാനിക്കുന്ന സംഘർഷമാണോ പശ്ചിമേഷ്യയിൽ നടക്കുന്നത്? താങ്കളുടെ നിരീക്ഷണത്തിൽ. ഗോപി, ഇതിനകത്ത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഡോക്ടർ മോഹൻ വറീസ് സാർ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു മോർ ഓർ ലെസ്. പക്ഷേ ഇതിനകത്തുള്ള ക്രക്സ് ഓഫ് ദി ഇഷ്യൂ ആദ്യം മുതൽ ഡേ 1 മുതൽ എത്ര വിമർശനം ഏറ്റാലും ഞാൻ പറഞ്ഞത് ഈ ക്രൈസിസിലെ വില്ലൻ എന്ന് പറയുന്നത് ഇസ്രായേലാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഈ ഇഷ്യൂ അമേരിക്കയെ വലിച്ചു കൊണ്ടുവന്നതാണ്. കാര്യം ബാക്ക്ഗ്രൗണ്ട് നോക്കണം. എന്താ, അതായത് നെക്സ്റ്റ് വീക്ക് ടോക്ക് നടക്കാൻ ഇരിക്കുവാണ്. ആ സമയത്താണ് 1 വീക്ക് പ്രയർ അവര് പുറകിൽ നിന്ന് കുത്തുന്ന മാതിരി കുത്തിയത്. ആ സമയത്ത് പിന്നെ ഇതിനകത്ത് ശരിക്കും ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് ഒരു ശരിക്കുമുള്ള ഒരു സ്റ്റേറ്റ്സ്മാൻ സ്പിരിറ്റ് ആണ് ഇറാൻ കാണിച്ചിട്ടുള്ളത്. കാരണം അറ്റാക്ക് ചെയ്തു, അവർ പറഞ്ഞ കണ്ടീഷനിൽ നിന്നാണ് ഇവിടെ മാറാതെ നിൽക്കുവാണ് ഇറാൻ. കാരണം അവർ പറഞ്ഞു അറ്റാക്ക് ചെയ്യരുത് ലെബനൻ. അതുപോലെ തന്നെ അല്ലാതെ ഇഷ്യൂ വന്നപ്പോൾ തീർച്ചയായിട്ടും, അതായത് ഒരു കാരണവശാൽ, കാരണം വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ശത്രുവിനെ തിരിച്ചടിക്കുക എന്നുള്ള ഒരു യുദ്ധ നീതിയുണ്ട്. അത് അവർ ചെയ്തതിന് ശേഷവും ലോകരാജ്യങ്ങളുടെ മുന്നിൽ പറഞ്ഞു എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്, ഞങ്ങൾക്ക് അടി കിട്ടി, ഞങ്ങളാൽ കഴിയുന്നത് പോലെ തിരിച്ചടിച്ചു. അതിനുശേഷം ഇപ്പോൾ എഗെയിൻ ഇറാൻ ലോകരാജ്യങ്ങളോട് ഒരു മെസ്സേജ് കൊടുത്തിരിക്കുകയാണ്: യു സീ, വി ആർ നോട്ട് അറ്റ് ഫോൾട്ട് ഈവൻ നൗ. അത് ഇസ്രയേലും US-ഉമാണ് തീരുമാനിക്കേണ്ടത്. നൗ സ്റ്റിൽ ബോൾ ഈസ് ഇൻ ദെയർ കോർട്ട്. പക്ഷെ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാല്, ഈ ഇറാൻ ഫോളോ ചെയ്യുന്ന ഒരു പോളിസി എന്താണെന്നറിയാവോ ഗോപി? എസ്കലേറ്റ് ടു ഡി എസ്കലേറ്റ് ആണ് അവരുടെ പോളിസി. വളരെ ഫണ്ടാസ്റ്റിക് ആയിട്ട്. അതായത് ലിമിറ്റഡ് സ്ട്രൈക്ക്, പിന്നെ എന്താണ്, പ്രഷർ കൊടുക്കുക, കൂടുതൽ പെയിൻ നല്ല ഇത് കൊടുത്തോണ്ട് US-നെ ഫോഴ്സ് ചെയ്യുവാണ് നെഗോഷിയേഷന് വേണ്ടി. ആ ഒരു പോളിസിയാണ് ആദ്യം മുതൽ തന്നെ. യു സി, ഈ ശരിക്കും ഇതിനെ കുറിച്ചിട്ട് സ്ട്രാറ്റജി അറിയാൻ വയ്യാത്തവര് വിചാരിക്കുന്ന എന്തെന്ന് ചോദിച്ചാല്, ഈ ഇറാൻ ഹിറ്റ് ചെയ്യുന്ന മിസൈലുകളും അല്ലെങ്കിൽ ഡ്രോണുകളും ഒന്നും ഷിപ്പിൽ ഹിറ്റ് ചെയ്യുന്നില്ല. ഇതൊരു ഡിറ്ററൻസ് ആണ്. അതായത് ഡയറക്റ്റ് ഹിറ്റ് ചെയ്യാതെ നിയർ ബൈ ഞങ്ങൾ പ്രഷർ കൊടുക്കാണ് അവരെ. ബിക്കോസ് ഒരു വാർഷിപ്പ് ഒക്കെ അല്ലെങ്കിൽ ഓയിൽ ടാങ്കർ ഒക്കെ സ്ട്രേറ്റ് അവേ ഹിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇംപ്ലിക്കേഷൻസ് ഫാർ റീച്ചിങ് എഫക്റ്റ് ആണ് വരുന്നത്. അപ്പം ആ ഒരു ആംഗിളിലോട്ടാണ് ഇവര് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനകത്തെ ശരിക്കുമുള്ള വില്ലൻ എന്ന് പറയുന്നത് ഇസ്രയേൽ ആണെന്നും, നൗ ഇസ്രയേൽ തീരുമാനിക്കണം ഇത് എപ്പോൾ തീരണം എപ്പോൾ തീരണ്ട എന്നും. അമേരിക്ക ഒരു വലിയേട്ടൻ മനോഭാവമാണെങ്കിലും വലിയേട്ടനെ അനുസരിക്കാത്ത ഒരു അനുജനായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പൊ ഇസ്രയേൽ. അപ്പോൾ അതിന് ഇപ്പം ഏത് രീതിയിലെങ്കിലും, കാര്യം ട്രംപിന് അറിയാമല്ലോ, ട്രംപിന്റെ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരട്ടുക, അവസാനം കാല് പിടിക്കുക, അത് വേണമെങ്കിൽ വരാൻ പറ്റും. ആ രീതിയിലാണെങ്കിൽ പോലും ട്രംപ് ഇസ്രായേലിനെ മയപ്പെടുത്തിയേ പറ്റൂ. കാര്യം ഈ ക്രൈസിസ് സോൾവ് ചെയ്യേണ്ടത് ട്രംപിന്റെയും കൂടി ആവശ്യമാണ്. ഏറ്റവും കൂടുതൽ ആവശ്യം ട്രംപിന്റെയാണ്, ഇസ്രായേലിന്റെ അല്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം
കൂടുതൽ കുളം കലക്കി വളരെ വാസ്റ്റ് ആയിട്ട് ഇതിനെ കൊണ്ടുപോകാനാണ് അവരുടെ പ്ലാന്. അവരുടെ എയിം എന്ന് പറയുന്നത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആ ഗോപി. ആ എയിം വെച്ചിട്ടാണ് അവര് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരൊരിക്കലും പിന്മാറിയിട്ടില്ല. അവരുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനെ ടോട്ടൽ ഡിസ്ട്രക്ഷൻ. അവരുടെ ഉള്ളിനുള്ളിൽ എപ്പോഴും പ്രൊവോക്കിംഗ് സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഞങ്ങൾ ചുട്ടു ചാരമാക്കി കളയും, ചുട്ടു ചാമ്പലാക്കും. ഇറാൻ എന്ന് പറയുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.